എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമെത്തുന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അവിടെ അകത്ത് ഇവന്മാരുടെ സൗണ്ടുണ്ട്. ഞാൻ കഥ കടച്ചിട്ട സിറ്റ് ഔട്ടിൽ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്തൊക്കെയോ ബിജി ഈ ഡ്രസ്സ് തന്നെ ആണോ നാട്ടിൽ കൊണ്ടുപോയെന്ന്. നാട്ടിൽ വന്നാൽ മൊത്തവും കരി പിടിക്കും. അതുകൊണ്ട് പിന്നെ പുതിയത് കൊണ്ടുവന്നാലും അവിടെ ചെന്നിട്ട് നമ്മളങ്ങനെ അധികം യൂസും ചെയ്യുന്നില്ല, വല്ലപ്പോഴും എല്ലാം ഇടുന്നുള്ളൂ. അതുകൊണ്ട് പുതിയതൊന്നും അങ്ങനെ എടുക്കാൻ പോയില്ല. അതൊക്കെ പോട്ടെ. പിന്നെന്താ, ഇന്ന് ഞങ്ങൾ ബെൻസിയുടെ അടുത്തോട്ട് പോവുക. രാവിലത്തെ അല്ല, ഇന്ന് ഞാൻ ഇവിടെ പഴങ്കഞ്ഞിയാണ് കുടിച്ചത്. വർഷങ്ങൾക്ക് ശേഷം ഒരു പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചു. കപ്പ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞ് അവളുടെ അടുത്തോട്ട് പോകും. പിന്നെ 3-4 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞന്മാർക്ക് ഞാൻ അവിടെ വെച്ച് നിങ്ങളെ കാണിച്ചല്ലോ എന്തൊക്കെയാണ് ഞാൻ എടുത്തതെന്നുള്ളത്. അത് അവന്മാരെ ഒന്ന് ഇടയിലൂടെ കൊടുക്കുമ്പോൾ അവന്മാരുടെ എക്സ്പ്രഷൻ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ആ ഒരു വീഡിയോ എടുത്തേക്കുന്നത് കേട്ടോ. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഇനി കുഞ്ഞൊരു വീഡിയോ കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കേളാന്നേലും എന്നെ അടിക്കും. അടിക്കുമോ? ആ പിന്നെ അടിക്കൂ. ആണുങ്ങളെ നീയും തിരിച്ചടിക്കണം. അയ്യോ, ഞാനെങ്ങനെ തിരിച്ചടിക്കുന്നേ? ഞാൻ അടിക്കുമ്പോൾ നീയും അടിക്കുമ്പോഴോ പിന്നെന്താ ഡാഡി അടിക്കും. ഞാൻ ഡാഡി കുറ്റത്ത് കൊടുക്കുമ്പോൾ കുത്തി വെച്ചുള്ളൂ. അപ്പം ഡാഡി എന്നോട് എന്തിനാ കുത്തി തന്നെ? അപ്പം ഞാൻ എനിക്ക് വട്ടമുണ്ട് കൊണ്ട്. വട്ടമുള്ളതുകൊണ്ടാണോ അടിക്കുന്നത്? അല്ല, ഇങ്ങനെ കുത്തുക. കുത്തല്ലോ, അങ്ങനൊന്നും കുത്തരുത്. ഇതിന്റെ ചേച്ചോണ്ട് കുത്തണ ഇങ്ങനെ. അയ്യോ, എന്തിനാ അങ്ങനെ ചെയ്യുന്നേ? എനിക്ക് നോക്കത്തില്ലേ? നീ എന്നൊന്നും പറയല്ലേ ബിജിയാൻറ്റി. ബിരിയാണി തീരെ തൊടുമ്പോൾ നോത്തില്ല, അതുപോലെ ചെയ്യണം. എനിക്ക് വല്ലതും മനസ്സിലാവത്തില്ല. ആർക്കാ? എനിക്ക് മനസ്സിലായി നീ പറഞ്ഞതെല്ലാം. എനിക്ക് തളുകു അടിക്കൂ. അതി തട്ടാവേ. തളുകു അടിക്കാതിരിക്കട്ടെ. അത് ഈ ചില സമയത്ത് എടാ ഡാഡിയെ, എടാ പോളച്ചച്ച അങ്ങനെയൊക്കെ പറയാം. അത് ഈ സ്കൂളിലൊക്കെ ഈ കൊച്ചുങ്ങൾ പറയത്തില്ലേ, അതങ്ങ് അവൻ്റെ മൈൻഡിൽ ചിലപ്പോൾ വരുന്നതാണ്. നമ്മൾ പറഞ്ഞു കൊടുത്താലും ചില സമയത്ത് ചുരുക്കം ചിലപ്പം ഇങ്ങനെ ഒത്തിരി സ്നേഹം വരുമ്പോഴും ഇങ്ങനെ പറയും. പിന്നെന്തുവാ എന്നോട് പറയുന്നത്, എന്തോ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു നിൻ്റെ പപ്പ എന്നെ അടിക്കുമെന്ന്. ഇല്ല, നീ ബിഗ് ഗേളായി അടിക്കത്തില്ല. അടിക്കുവാണെങ്കിൽ നീ അടിക്കുക, അല്ലെങ്കിൽ ഒരു സൂചി കുത്തിയാൽ മതിയെന്ന്. അതാ ഈ പറഞ്ഞെന്നെ മനസ്സിലാക്കുന്നത്. ഞാനിവിടെ കരിയാപ്പല ഇതാക്കിക്കൊണ്ട് അതിന്റെ കമ്പ എടുത്തിട്ട് തലയിൽ വെക്കുന്നത്. അവന്റെ സ്കൂളിനെ പറ്റി പറയാനേ. മൈ വേണ്ട, ഇപ്പം സ്കൂൾ ഹോളി ഫാമിലി പബ്ലിക് Holy Family Public School is just in London. There are many boys and girls in my school. I love the violin and a pay in my school. ഈ പുകയ്ക്കുന്നേ. ഇവിടെ എല്ലാം തൂത്ത് കൂട്ടി അങ്ങ് കത്തിച്ചേക്കുക. പിണങ്ങിയിരിക്കുവാന്നോ? പിണങ്ങിയിരിക്കുവാന്നോ? അടിച്ചോ? പിന്നെ എന്തോ ഇത്? എന്തോ പറ്റിയടാ? എന്തിനാടാ ഇവൻ പിണങ്ങിയിരിക്കുന്നേ? ഇവനെന്തിനാ പിണങ്ങിയിരിക്കുന്നേ? കപ്പ പുഴുങ്ങിയത്, നല്ല വേവുന്ന പൊട്ട് പോലുള്ള കപ്പ.
കുപ്പി വേണ്ടേ? इधर इधर जोश ला दिया ഇത് കുഞ്ഞിന് ഫ്രൂട്ട് കൊണ്ടുപോകാൻ. ഇത് രണ്ടും സെയിമാ. ഫ്രൂട്ട്സ് കൊണ്ടുപോകാൻ. ना जोशे 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 തൊപ്പി ഇങ്ങനെ ഇട്ട് ആ ഇങ്ങനെ വെക്ക് ജേക്കെ ഇച്ചിരി പുറകോട്ട് വെക്ക് ഇങ്ങനെ ആ ഗുഡ് ബോയ് ബാ ഇവിടെ വാ ആ ഇത് ടിഫിൻ ബോക്സാ ടിഫിൻ ബാഗ് ഇത് തുറന്നു നോക്ക് ഇത് അവിടെ ഉണ്ട് ഇത് നോക്ക് ഇതൊന്നും വേണ്ടേ? ആ നോക്കട്ടെ കാണിക്ക് ആ നല്ല നല്ല ബാഗല്ലേ उसको वाटर बस है അത് അമ്മയ്ക്ക് കൊടുക്കാനാ. ഇതാ അതെന്തുവാ അറിയാമോ ശിവേ? ഈ സൂചി കോർക്കാൻ അതിൻ്റെ അകത്തൊരു വെള്ളം ഒരു ആ ഒരു സാധനം ഉണ്ടല്ലോ. ഇതുണ്ടല്ലോ നമ്മുടെ സൂചിയുടെ കിഴുത്തക്കകത്തോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ആക്കുമ്പോ അതിൻ്റെ അകത്ത് നൂലിട്ടാ മതി. കണ്ണു കാണാത്ത അത് മാറ്റണേ. ഇത് പറിച്ചോണ്ടെങ്കിൽ വന്നാ ഉണ്ടല്ലോ. ആ സൂക്ഷിച്ചോണം. ലോക്കുണ്ട്, ലോക്ക് പറഞ്ഞത് ഇത് വെച്ച് നോക്കിയിട്ട് പിന്നെ ഇത് ലോക്ക് ചെയ്യണം. എനിക്കറിയാം. പിന്നെ ആവത്തില്ല ഈ ലോക്ക് അല്ലെങ്കിൽ താരെ പിന്നെ ഇത് ഇങ്ങനെ ചെയ്യണ്ട. ഫസ്റ്റ് ഫുൾ ചെയ്യുക പിന്നെ ലോക്ക് ചെയ്യുക. ഇങ്ങനെ പിന്നെ വിരത്തില്ല. ഒത്തിരി ചെയ്യണ്ട അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഓക്കെ 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 क्या मदिरा ഇഷ്ടപ്പെട്ടോ? ഇവന് കൊടുക്കത്തില്ല, സെലക്ട് ചെയ്യാൻ സമയം കൊടുക്കത്തില്ല, ചാടി എടുത്തിരിക്കും. പക്ഷെ ബോട്ടിൽ ഇവൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ കംപ്ലൈന്റ് ഇല്ല അതിന്. അവനാ എല്ലാം സെലക്ഷൻ, സെലക്ഷൻ ഒന്നും ഇല്ല. നോക്കട്ടെ നോക്കട്ടെ ജേക്കനെ നോക്കട്ടെ. ആ ഇവിടെ വെക്ക്, ഇവിടെ വെക്ക് ചെയ്തു ഇച്ചിരി മേലെ വെക്ക്. ആ നോക്കട്ടെ, ഓപ്പൺ ചെയ്യ്. ആഹാ പ്രസ് പ്രസ് ചെയ്യ്. ആ വന്നാക്ക്. ഗുഡ് ബോയ് ഗുഡ് ബോയ്. ഇതെന്തോടാ?
ബന്നാക്ക്. ഇതിന്റെ കമന്റ് വരും. ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഈ സൈഡിൽ തന്നില്ലല്ലേ? ഈ സൈഡിൽ തന്നില്ല. എനിക്ക് ക്യാഷും തന്നു കേട്ടോ. പിന്നെ പപ്പായ്ക്ക് എഴുതാനുള്ളയാ? പപ്പായ്ക്ക് എഴുതാനുള്ള കൊച്ചവൻ ഏത് കളർ കിട്ടിയാലും ആദ്യം അങ്ങ് എടുക്കും. ഇതാ കൊച്ചവൻ. വലിയവൻ പിന്നെ ഏതാണേലും സാരമില്ല. ഇന്നെല്ലാം ഇവന് ബ്ലൂ ആണ് ഇഷ്ടം. ഇന്നെല്ലാം തൊപ്പി ബ്ലൂ എടുത്ത് ബോട്ടിൽ. പക്ഷേ ബോട്ടിൽ വലിയവന് റെഡ് തന്നെയായിരുന്നു ഇഷ്ടപ്പെട്ടത്. അവനങ്ങ് ഇവനെടുത്തോട്ടായാലും അവനൊരു പ്രശ്നമില്ല. പക്ഷേ ഇവൻ എല്ലാം ആദ്യം സെലക്ട് ചെയ്യും. എന്നിട്ട് ഈ കൊച്ചുണ്ടല്ലോ, ഈ പൊടിക്കൊച്ച് എല്ലാ തുണിയും കൊടുത്തോണം പറ, അമ്മേ ഷീബ എടുത്തോടാ, അമ്മേ എനിക്ക് ആദ്യം ഇല്ല ക്യാഷ് പോലെ തന്നല്ലേ അമ്മേ, ബിണിയാൻറ്റി ഇത്രയും നമുക്ക് കൊണ്ടു തന്നെയാ, ബിണിയാൻറ്റിക്ക് 500 rupees കൊടുക്കണം കേട്ടോ, കോയിനല്ല പേപ്പർ പൈസ കൊടുക്കണമെന്ന്. എന്നിട്ട് രാത്രിയിൽ അങ്ങ് കിടന്നിവൻ. പിറ്റേന്ന് രാവിലെ എണീറ്റ് വന്നിട്ടും ചോദിക്കുക, അമ്മേ പേപ്പർ പൈസ കൊടുത്തോ മണിയാണ്ടിക്ക്? പാവം. എൻ്റെ മൊബൈൽ ഞാൻ അവിടെ വെച്ചോണ്ടേ അവൻ തന്നെത്താൻ പോയി എൻ്റെ വീഡിയോ എടുത്തതാ. ഞാനത് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. പോൾ പറഞ്ഞു ഇടും മമ്മീന്ന്. കൊല്ലം എന്തുകൊണ്ട് വിശ്വാസം അങ്ങനെ അത് എടുക്കണ്ടേ? എനിക്ക് വീഡിയോയിൽ ഇടാക്കത്തില്ല. സുഖായിരിക്കണോ? സുഖായിരിക്കണോ? സുഖായിരിക്കുന്നു. പിന്നെ വേറെ വിശേഷം ഒക്കെ ഉണ്ടോ? വേറെ വിശേഷമൊന്നുമില്ല. ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതാരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്ന ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.